ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിനാക്കിൾസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ മുളകൻ തൈ നട്ട് കഴിയുമ്പം അതിനുണ്ടാകുന്ന കുരുടിപ്പ് രോഗം. പെട്ടെന്ന് ഇതങ്ങ് മുരടിച്ച് ഈ കൊല്ല മുരടിച്ചിട്ട് അതങ്ങ് വല്ലാണ്ടായി പോവും. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കൊല്ലകളിൽ ഞാനൊരു മാജിക്ക് പരീക്ഷിച്ച് അത് സക്സസ് ആകുകയും ചെയ്തു. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേണ്ട നോക്കിക്കേ, എൻ്റെ ഈ കൊല്ല അങ്ങ് പോയി വല്ലാണ്ടായി അങ്ങ് പോയതായിരുന്നു. ഞാൻ ഈ മാജിക്ക് പരീക്ഷിച്ചതിന് ശേഷം എൻ്റെ കൊല്ലകളെല്ലാം വേണ്ട പുതിയ ഇലകളൊക്കെ തളിർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഈ അറിവൊന്ന് പകർന്നു തരാമെന്ന്. അതുപോലെ വെള്ളീച്ച ശല്യം, കുരുടിപ്പ് രോഗം മാത്രമല്ല വെള്ളീച്ച ശല്യവും ഉണ്ടായിരുന്നു എൻ്റെ ഈ കൊല്ലകൾക്ക്. അത് പോയി, ഇനി അത് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ വിചാരിച്ച കൊല്ലകളാണ്. ഈ ഒരു മാജിക്ക് പരീക്ഷിച്ചപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ദാണ്ട് ഇപ്പം മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ദാണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്, നന്നായി ഇത് തളിർത്ത് വരുന്നുണ്ട്. ഇലകളൊക്കെ ദാണ്ട് നന്നായിട്ട് വന്നിട്ട് പുതിയ ഇലകളൊക്കെ കണ്ടോ. ഇപ്പോൾ വെള്ളീച്ച ശല്യമേ ഇല്ല. ഈ വെള്ളീച്ച കയറിക്കഴിഞ്ഞാൽ കൊല്ലകളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. അതിൽ വാട്ടരോഗം കൊല്ലകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ദാണ്ട് ഇവിടെ വെച്ച് ഈ തണ്ടിന് താഴെ വെച്ചിട്ട് ഈ കൊല്ല അങ്ങ് പോയതാണ്. ഈ ഒരു ലായനി പരീക്ഷിച്ചതിന് ശേഷം ഇവിടെ വെച്ച് ഈ കൊല്ല അങ്ങ് പോയതായിരുന്നു. ഈ ലായനി പരീക്ഷിച്ചതിന് ശേഷം പുതിയ 2 ബ്രാഞ്ചസ് അതിൽ വന്നിട്ടുണ്ട്. നിറയെ ഇലകളും തളിർത്തിട്ടുണ്ട്. ഇതിലെല്ലാം ഞാൻ ഈ ലായനി പരീക്ഷിച്ച് നോക്കിയതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം മുളകും തൈക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാജിക്കൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. 100% സക്സസ്ഫുള്ളാകുന്ന കാര്യമാണ്, അതുപോലെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ട പുതിയ പുതിയ ഇലകൾ കണ്ട് വന്നിരിക്കുന്ന കണ്ടോ. കണ്ട പുതിയ ഇലകൾ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ എല്ലാം പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി ഇത് കണ്ട് മുട്ടിട്ടിരിക്കുന്ന കണ്ടോ. ഈ വന്ന പുതിയ ബ്രാഞ്ച് വന്നതിലെല്ലാം മുട്ടുമുണ്ട്. ഇതിനി രക്ഷപ്പെടത്തേ ഇല്ലെന്ന് ഞാൻ വിചാരിച്ച കൊല്ലകളാണ് ഇതെല്ലാം. അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഒരു അധിക പൈസ ചിലവൊന്നുമില്ല. കടകളിൽ നിന്നും പെസ്റ്റിസൈഡും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ വിഷാംശവും ഇല്ല. കണ്ടി ഇതൊരു കുഞ്ഞു മുളകും തൈയായിരുന്നു. അത് നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. പുതിയ ഇലകളൊക്കെ വന്നിരിക്കുന്ന കണ്ടോ. നമ്മൾ ഈ ലായനി ഒന്ന് പരീക്ഷിച്ചാൽ മാത്രം മതി. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലായനി തയ്യാറാക്കുന്നത്. അപ്പം ഈ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക. കണ്ട് മുട്ട് വന്നിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മുളകും തൈ ആയിട്ട് കൂടി അതിൽ മുട്ട് വന്നിട്ടുണ്ട്. ആ ഇലകളൊക്കെ കണ്ടോ, തളിർത്ത പുതിയ ഇലകൾ. അതിന് നമുക്ക് വേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് ഹെൻകോയുടെ സോപ്പാണ്. ഇത് ഉപയോഗിച്ച് സോപ്പ് എടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയും. പുതിയ സോപ്പ് കട്ടയാണെന്നുണ്ടെങ്കിൽ അലിയാൻ ഇച്ചിരി പാടാണ്. ഇത് നമ്മൾ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുണ്ടല്ലോ ഇത് വെള്ളത്തിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം സോപ്പിൻ്റെ അംശമെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാതെ പതച്ച് കൈ ഉപയോഗിച്ച് നന്നായിട്ട് പതയ്ക്കുക. അതുകൊണ്ടിപ്പം സോപ്പ് ലൈന് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഈ പതഞ്ഞ സോപ്പ് ലൈനിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ ഈ വെള്ളം നിറച്ചിട്ട് നമ്മുടെ കൊല്ലകളിലും മറ്റ് മുരടിപ്പ് രോഗങ്ങളുള്ള എല്ലാ ചെടികളിലും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിത് പരീക്ഷിച്ചപ്പം എൻ്റെ കൈ വെച്ച് തന്നെ കോരി അങ്ങ് ഓരോ കൊല്ലകളിലും അങ്ങ് വെള്ളം തളിച്ച് ചെയ്ത്. അപ്പോൾ അതേ രീതി തന്നെ ഞാൻ ഇപ്പോഴും കാണിക്കാൻ പോകുന്നത്. അതിങ്ങനെ വെള്ളം തളിച്ചു കൊടുത്തേത്.
ഇത് നമുക്ക് മറ്റ് ചെടികളിലും ഇത് പരീക്ഷിക്കാം. കണ്ടോ, ഇതുപോലെ ഇലകൾ മൊത്തം ഈ ലൈനി ചെല്ലണം. അപ്പോൾ ഇതിലുണ്ടാകുന്ന വെള്ളീച്ചകളോ മറ്റ് പ്രാണിശല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോളും. കൊല്ലകളിലെല്ലാം ഇങ്ങനെ നന്നായിട്ട് തളിച്ചു കൊടുക്കുക. ഇത് ഞാൻ പിഴുത് കളയാൻ വെച്ചിരുന്നതാണ്. വെള്ളീച്ച കയറി ഇത് പോയി കളയാനായിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ അതിലും കൂടി ഈ ഒരു ലൈനി പരീക്ഷിച്ച് നോക്കി. ഇതാണ്ടേ എൻ്റെ ആ കൊല്ല തളിർത്ത് വരുന്നുണ്ട്. അത് കണ്ട് പൂവിട്ട് കൊല്ലയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.